Find the coordinates of two more points on the line joining -1, 4 and 1, 2. -1, 4, 1, 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ മറ്റു രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അതായത് -1, 4, 1, 2 എന്നീ പോയിന്റുകൾ യോജിപ്പിക്കുന്ന വരയിൽ വരുന്ന രണ്ട് ബിന്ദുക്കൾ. ഈ വരയുടെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ രണ്ടല്ല എത്ര ബിന്ദുക്കൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. -1, 4, 1, 2 സ്ലോപ്പ് അഥവാ ചെരിവ് കാണാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഇക്വേഷനിൽ കൊടുത്തു y2 - y1, അപ്പൊ 2 - 4 ഡിവൈഡഡ് ബൈ 1 - -1. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പോ 2 4 പോയാല് -2 എന്ന് കിട്ടും അല്ലെ. 2 4 പോകൂല. അപ്പൊ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, 4 2 പോയാൽ 2 ആണ്, 4ന്റെ ചിഹ്നം മൈനസ് ആണ്, അപ്പൊ മൈനസ് എന്ന് കിട്ടും. ഈ 2 മൈനസ് എന്തായി, പ്ലസ് ആയി. അപ്പൊ 1 + 1 2. ഇനി 2/2 എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ നെഗറ്റീവ് ഉണ്ടായത് കൊണ്ട് ആൻസറും നെഗറ്റീവ് ആവും, -1 എന്ന്. ഓക്കെ, സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിന്റ് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇക്വേഷൻ കാണാനുള്ള സമവാക്യം, ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് കിട്ടി കഴിഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്, y - y1 = m × x - x1. y - y1 = m × x - x1. ഇപ്പൊ ഈ സ്ലോപ്പ് കാണാത്തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, y - y1 ഡിവൈഡഡ് ബൈ y2 - y1 = x - x1 ഡിവൈഡഡ് ബൈ x2 - x1 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എക്സാമിന് കൂടുതലും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ മീൻസ് എ ബി സി എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ എ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്ലോപ്പ് കാണാനായിരിക്കും, ബി ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഇക്വേഷൻ. അപ്പൊ ഓൾറെഡി നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാനിവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇക്വേഷനിലോട്ട് കിടക്കാം. y - y1 = m × x - x1. ഓക്കെ, y1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റിലെ y1 ഏതാണ്, 4 ആണ്. x1 എന്ന് പറഞ്ഞാൽ -1 ആണ്. പോയിന്റുകൾ കൊടുക്കുക. y - 4 = m എന്ന് പറഞ്ഞ സ്ലോപ്പ് -1 ആണ്. ദെൻ x മൈനസ്, ഫസ്റ്റത്തെ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. ദെൻ x1 -1 ആണ്. ഈ ബ്രാക്കറ്റിനുള്ളിൽ 2 മൈനസ് അടുപ്പിച്ച് വരുന്നത് എന്താവും, പ്ലസ് ആവും. അപ്പൊ y - 4 = -1 × x + 1. ഇനി -1 ഉള്ളിൽ കൊടുക്കുക. -1 × x -x, -1 × 1 -1. ഇനി -x ഇപ്പുറത്തും കൊടുന്നു, -4 ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു. -x ഇപ്പുറം വരുമ്പോ എന്താവും, +x ആവും. -4 ഇപ്പുറം വരുമ്പോ +4 ആവും. y + x എന്നുള്ളത് നമുക്ക് x + y എന്ന് പറയാം. നമ്മൾ സാധാരണ x + y എന്നാണല്ലോ പറയാറ്. രണ്ടും മാറ്റൊന്നുമില്ല, കാരണം രണ്ടും പോസിറ്റീവ് നമ്പർ ആണ്, രണ്ട് അഡീഷൻ ആണ്. രണ്ട് സംഖ്യകളും എങ്ങനെ കൂട്ടിയാലും ആൻസർ സെയിം ആണ്. 1 + 2 എന്ന് പറഞ്ഞാലും 2 + 1 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, 3 ആണ്. അപ്പൊ y + x എന്ന് പറഞ്ഞാലും x + y എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ x + y എത്രയാ, -1 + 4 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്, x + y = 3 അല്ലെ. എക്സും വൈയും കൂട്ടുമ്പോൾ 3 കിട്ടുന്നുണ്ട്. -1 4 3 1 2 3. ഇനി എക്സിന് ഞാൻ 0 കൊടുത്തു. അപ്പൊ y എന്ത് കിട്ടും, 0 + y = 3. അപ്പൊ y = 3 എന്ന് കിട്ടും. ഒന്നാമത്തെ പോയിന്റ് ആയി 0 3. ഇനി എക്സിന് ഓൾറെഡി ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 കൊടുക്കാം. എക്സിന് ഞാൻ 2 കൊടുത്തു. 1 കൊടുത്താൽ 2 കിട്ടും അല്ലെ. എക്സിന് 1 കൊടുത്താൽ 2 കിട്ടും, ഉറപ്പാണ്. 1 + y = 3 എന്ന് വരും. 1 ഇപ്പുറം വരുമ്പോ -1, അപ്പൊ 3 - 1 2. ഇനി എക്സിന് ഞാൻ 2 എടുത്തു. അപ്പൊ 2 + y = 3 എന്ന് കിട്ടും. ഈ 2 ഇപ്പുറം വരുമ്പോ എന്താവും, -2 ആവും. 3 - 2 1 കിട്ടും. അപ്പൊ അടുത്ത പോയിന്റ് ഏതാ, 2 1. ഓക്കെ, നമ്മുടെ 2 പോയിന്റ് കാണാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര പോയിന്റ് വേണമെന്നുണ്ടെങ്കിലും കാണാം കേട്ടോ. എക്സിന് 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, 6 കൊടുക്കാം, 7 കൊടുക്കാം. ഒരുപാട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ -1 4 1 2 2 1 3 0. These 4 points are on a line. ഈ 4 ബിന്ദുക്കളും ഒരു വരയിലാണ്. ഏത് 4 ബിന്ദുക്കള്, -1 4 1 2 2 1 3 0 എന്ന് പറയുന്നത്.